സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ഇഞ്ചിയാണ് നമ്മൾ ഇന്ന് നടാൻ പോകുന്നത്. നമ്മൾ ഈ ബേസണിലാണ് ഈ ഇഞ്ചി നടാൻ പോകുന്നത് ഗൈസ്. നമ്മൾ ഈ ബേസണിൽ നമ്മൾ കിഴുത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, അതുപോലത്തെ ചെറിയ കിഴുത്താണ്. നമ്മളിങ്ങനെ ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ നടാൻ. നമ്മൾ ചെറിയ കുഴി എടുത്തിട്ട് അതിനകത്തോട്ട് ഈ ഇഞ്ചി നട്ട് വെക്കുകയാണ് ഗൈസ് ചെയ്യുന്നത്. പിന്നെ ഇത് നല്ല നനഞ്ഞ മണ്ണായതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഗൈസ്. അത് വൈകുന്നേരം നല്ല മഴയുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇനി ഇത് കിളിച്ച് വരുമ്പോൾ വേണേ വളമിടാം. ഇല്ലേ ഞാനിപ്പോഴേ വളമിടാറുണ്ട്. ഞാൻ 4-5 എണ്ണം നട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഗൈസ് ഇഞ്ചി ചട്ടന്മാരെ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 5-6 എണ്ണം നടുന്നുണ്ട് ഗൈസ്. കണ്ടോ, ഇത് നല്ല ഇഞ്ചിയാണ്. നമ്മളിത് വയൽവാണിപത്തിൽ നിന്ന് അത് നല്ല ക്വാളിറ്റിക്ക് കിട്ടും. നമ്മുടെ ഓമല്ലൂരാണ് ഗൈസ്. പിന്നെ അവസാനം ഇതാണ് നമ്മുടെ മല്ലിയില നമ്മൾ പാകിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചീര വിളവെടുത്ത് കഴിഞ്ഞ് മല്ലിയിലയാണ് ഇതിനകത്ത് ഉടനെ പാകിയിട്ടിരിക്കുന്നത്. ഇത് പാകുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു രീതിക്കാണ്. അപ്പോൾ ഇതിന്റെ രീതി എന്ന് പറയുമ്പോൾ ആ കുരു എല്ലാം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ പാകാൻ. നമ്മുടെ മെയിൻ വളമായ മുയലും പുഴുക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യം മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് ഞാനിത് നല്ലതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഞാൻ നനഞ്ഞ് കിടക്കുന്നുണ്ട്, ഒഴിക്കുന്നില്ല. അപ്പൊ നമ്മുടെ കുറ്റിപ്പയർ നിൽപ്പുണ്ട്. കുറ്റിപ്പയറിന് ഞാൻ ഇപ്പോഴാണ് വളമിടുന്നത്. ഇനിയിപ്പോ കുറച്ച് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ മതിയാകും. അപ്പൊ കുറ്റിപ്പയറെല്ലാം നമ്മള് വളമിട്ട് നിറയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അവസാനം നമ്മള് എല്ലാത്തിനും ഏകദേശം വളമിട്ട് കഴിയാറായി. ഇങ്ങനത്തെ കൃഷി വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ താങ്ക് യു.